as you can see നമ്മുടെ ഫ്രൈഡേ ബേബിയുടെ പൊക്കത്താണെങ്കിൽ നിറയെ കാക്ക ഷിറ്റ്സ് ആണ്. 1 2 3 4 5 6 7 8. ഓ മാൻ, എവിടെ നോക്കിയാലും കാക്ക ഷിറ്റ്സ് ആണ്. എന്റെ ഫ്രൈഡേ ബേബി ഇവിടെ എവിടെയെങ്കിലും കൂടെ പോവാ. കാക്ക വന്നു ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ ഗൈസ് നമ്മൾ ഫ്രൈഡേയിൽ കുറച്ച് ചേഞ്ചസ് വരുത്താൻ പോകണം. അതിന് മുമ്പ് നമ്മുടെ ഫ്രൈഡേ ഒന്ന് വൃത്തിയാക്കണം. ബട്ട് എനിക്കാണെങ്കിൽ സത്യം പറയാൻ കുറച്ച് ദിവസം ഭയങ്കര മടിയാണ്. അതുകൊണ്ട് എനിക്ക് കഴുകാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഗൈസ് നമ്മൾ അടുത്തുള്ള ഒരു കാർ വാഷ് സെന്റർ വന്നിരിക്കുകയാണ്. കണ്ടില്ലേ? നമ്മുടെ ഫ്രൈഡേ പിന്നെ അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് നമ്മുടെ കട്ട എന്തുകൊണ്ട് ചേട്ടന്മാരാണ്. ചേട്ടാ പേര് പറഞ്ഞ ചേട്ടാ? ജോണി. എൻ്റെ പേര് ലാൽ. എന്തായാലും കിടിലായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങൾക്ക് തന്നെ കാണാം, അടിപൊളിയായിട്ടാണ് ഈ ചേട്ടന്മാർ വർക്ക് ചെയ്തത്. ഫ്രൈഡേ ആണെങ്കിൽ ഇപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി ലുക്കായിട്ടുണ്ടായിരുന്നു. അതായത് ഗ്ലോണില്ല, എല്ലാവരും തിളക്കുക. അപ്പോൾ ചേട്ടാ എന്തായാലും താങ്ക്സ് ഉണ്ട് ചേട്ടാ. പിന്നെ എൻ്റെ ചാനൽ കയറി കണ്ടേക്കണം, അതിനകത്ത് ചേട്ടന്മാരുടെ വീഡിയോ വരുന്നത്. ഗൈസ് നമ്മളിങ്ങനെ റോഡായിരുന്നു ബ്ലോഗ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബർ കൂളാണ് ബ്രോ. നിക്കണിന്റെ പോലത്തെ XUV ആണ്, ബ്ലാക്ക് ആണ്. ബേബി കണ്ടാ ഈ സാധനം കണ്ടിട്ടാണ് ഞാൻ നോക്കിയപ്പോ എവിടെയോ കണ്ടുപോയിട്ടുള്ള സ്പോയിലറും വണ്ടിയും. മച്ചന്റെ പേര് നിതുൽ. എവിടെ പോണപ്പോ? ഞാൻ ഇപ്പൊ മമ്മിയുടെ കൃപാസനം വന്നതാ. അപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തോണ്ട് ഞാൻ അവിടെ PNP എന്തോ സിനിമ അപ്പൊ അവിടെ സിനിമയ്ക്ക് വന്ന് അവിടെ സിനിമയ്ക്ക് കയറി ഞാൻ. അപ്പൊ ഇനി ഒരു 2:30 ആകുമ്പോ മമ്മിയുടെ കഴിയും. ഞാൻ അവിടെ പോയി ഞാൻ ഓർത്തിരിക്കണേ എന്തായാലും ആലപ്പുഴ തന്നെ നിങ്ങളുടെ സ്ഥലം എങ്ങനെ കണ്ടോലോ നോക്കി വരാം. റെഡ് ചില്ലി ഹോട്ടുകാർ കണ്ട് നമ്മ അങ്ങോട്ട് നോക്കിയപ്പോ പച്ച നോക്കും, ക്യാമറ നോക്കണ്ട. അപ്പൊ തന്നെ അവിടെ പോയി ഒട്ടെടുത്ത് തിരിച്ചു വന്നു. എന്തായാലും സന്തോഷം കേട്ടോ, ഇങ്ങനെ നമ്മളോട് സംസാരിക്കാനാണ് നമുക്ക് സന്തോഷം. മച്ചാന്റെ സിനിമയുടെ കാര്യമൊക്കെ എന്തായി? അതൊക്കെ നമ്മുടെ ചെറുക്കൻ കുറെ ആൾക്ക് ശേഷം വന്നിരിക്കുകയാണ് ഫ്രം കണ്ണൂർ, അബി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിക്ക് ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് അവന്റെ പുതിയ കാറുണ്ടല്ലോ ബോൾട്ട്, എന്തോ നട്ടും ബോൾട്ട് എന്ന് പറഞ്ഞ സാധനം ഇറക്കിയിട്ടുണ്ട്. അതും നമ്മുടെ ഫ്രൈഡേ ബേബി ആയിട്ട് ചലഞ്ച്. അപ്പൊ നിക്കാണെങ്കിൽ സ്റ്റിക്കറും കുറെ തേങ്ങയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനോർത്ത് എന്തായാലും ഇത് ഹൈപ്പൊക്കെ കൊടുത്തില്ല. അപ്പൊ നമ്മുടെ ഫ്രൈഡേ ബേബിക്കും സൈഡിൽ എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയൊരു വർക്കൊക്കെ കൊടുക്കാന്ന് കരുതി ടൗണിൽ വന്നിരിക്കുകയാണ്. സ്റ്റിക്കർ അടിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ കരിമ്യൂസ് കുടിക്കാൻ വന്നിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്കൊരു സബ്സ്ക്രൈബർ പേര് പറ. ബിബിൻ. കരിമ്യൂസ് കുടിച്ചാ? രക്ഷയില്ല, വണ്ടി കഴിയുകൊണ്ടാണെന്ന് തോന്നി. എന്നാ രസമാണ് കളർ നമ്മളങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. ആക്ച്വലി നമ്മളത് ഈ ഒരു അലോയ് ആയിട്ടാണ് നോക്കിയത്. പക്ഷെ ഇത് വലിയ സൈസ്. ഏട്ടാ ഇത് എത്ര സൈസ്? 16. നമ്മുടെ 14 വേണ്ടത്. അപ്പൊ ഇപ്പൊ സ്റ്റോക്കില്ല. അപ്പൊ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഈ സാധനം. ചേട്ടാ ഇതിന്റെ പേരെന്തുവാണ്? വിത്ത് ഇൻഡിക്കേറ്റർ. അവിടെ രാവിലെ ഇങ്ങനെ തിളങ്ങിയിരിക്കും. പിന്നെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ അതിനകത്തുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, പിന്നെ അലോയ് ഞാൻ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച സംഭവം വരുന്നത് കേട്ടോ, വേറെ ലോക്കലോ. നമ്മുടെ വണ്ടി മൊത്തം ഓടിച്ചെടുക്കുകയാണ്. സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, പാവപ്പെട്ട ഏട്ടൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഫുഡ് പോലും കഴിച്ചിട്ടില്ല. എന്നിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ തീ കിട്ടില്ല. ഓ മാൻ,
ഇവിടെ തന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഒരു ഓറഞ്ച് ലൈറ്റ് ഒക്കെ വരും. ഇപ്പൊ മൊത്തത്തിൽ അടിപൊളിയായി കേട്ടോ. പിന്നെന്ന് പറഞ്ഞാല് ഈ ഗ്രില്ലുണ്ടല്ലോ അത് മാറ്റിയിട്ട് ഒരു ഹണി കോംബ് എന്തോ തരത്തിലുള്ള ഒരു ഗ്രില്ലുണ്ട്, അത് കയറ്റി ഇവിടെ റെഡ് ലൈനൊക്കെയുള്ള. അതിനുശേഷം ഈ സെൻസർ വേണ്ട, ഇതും കൂടെ നമ്മൾ കയറ്റുന്നതാണ്. നമുക്ക് മറ്റേ ക്യാമറയുടെ ആവശ്യമൊന്നുമില്ല, ചെറിയ വണ്ടിയാണ്, അതുകൊണ്ട് ക്യാമറയുടെ അതിൻ്റെ പിന്നെ അത്രയൊക്കെ അല്ല. ബാക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സ്റ്റിക്കർ അടിക്കണം, ആ കാര്യം സത്യം പറയാൻ മറന്നു പോയിട്ടോ. സ്റ്റിക്കർ അടിക്കണം, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്കർ അടിക്കുന്നതാണ്. പൊളി ചേട്ടാ, എങ്ങനെയുണ്ട്? ഇടുവായിട്ടില്ല അത് ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ സംഭവം വരും, ഇവിടെ വരും. ഇവിടെ തന്നെ ഡേ ലൈറ്റ് വൈറ്റും ഉണ്ട്. സംഭവം മാറിയ ലുക്കായിരിക്കും. നിക്കേ നീ നോക്കി വെച്ചോ, നമ്മുടെ ഫ്രൈഡേ തന്നെ ജയിക്കത്തുള്ളൂ. ബോൾട്ടൊക്കെ നട്ടും ബോൾട്ടും ആയിരുന്നു. വിശന്നിട്ട് ഒരു രക്ഷയില്ല. നമ്മുടെ ചെറുക്കന് എന്തെങ്കിലും ഫുഡ് വാങ്ങി കൊടുക്കണം. ഇത്ര നേരം കഷ്ടപ്പെട്ട് നമ്മളിവിടെ നിന്ന് ക്യാമറ പിടിക്കുമായിരുന്നു. പിന്നെ ചുമ്മാ ഇവിടെ കറങ്ങിയൊക്കെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വെച്ചേക്കണ. പിന്നെ വർക്കിനും കുറച്ചുകൂടെ ഡിലേ ഉണ്ട്. Come on people, let's do this show. Where it, work it, play it. Rule it, break it, rewrite it. 'Cause all of you loves you. And baby you know it's true. All that makes you tick. Who says you have to? Guys, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്ക് ടു രാഗം. ചേട്ടാ എവിടം വരെ നമ്മുടെ പണി? ആ ചേട്ടനും കഴിച്ചിട്ട്. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞു? ബാബു ചേട്ടൻ എവിടെയുള്ളതാണ്? കൊള്ളാത്തുള്ള കട്ട വർക്കറാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കമോൺ ചേട്ടാ കമോൺ. അല്ല 15 മതി, കുഴപ്പമില്ല. അടുത്തായിട്ട് ഇതാണ് കേട്ടോ നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. ഇത് ഹണികോ ഗ്രില്ലാണ്. ഇത് ജസ്റ്റ് ഇത് അടിക്കാതെ വേണ്ട, ഇത് പുറത്തായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. സംഭവം മരണം മാസം. ഇപ്പോൾ നമ്മുടെ ചേട്ടൻ എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവിടുത്തെ ആ സ്റ്റീരിയോ സിസ്റ്റം ഉണ്ടല്ലോ, അത് കണ്ട അഴിച്ചു പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ആൻഡ്രോയിഡിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് അവിടെ കയറ്റാൻ പോണത്. ടച്ച് സ്ക്രീനൊക്കെ ഉള്ള, അതാകുമ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാനൊക്കെ പറ്റും. ഇവിടെ വർക്ക് അവിടെ കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു സബ്സ്ക്രൈബർ വിഷ്ണു. വണ്ടിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ തീർന്നിട്ടില്ല, നെവർ എൻഡിങ് വർക്ക് പോലെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നിങ്ങളോട് പറയാത്തൊരു സാധനം ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ക്യാമറ ഇവിടെ നൈസായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര നാളെ എൻ്റെ വണ്ടിക്ക് ക്യാമറയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ പറഞ്ഞോ ക്യാമറ പിടിപ്പിക്കും, മറ്റുള്ള വണ്ടികൾക്കൊക്കെ ക്യാമറ ഉണ്ട്, അത് പേശ കൂടിയ വണ്ടിയാണെന്നൊക്കെ അമ്മേനോട് പറയണം. ഞാൻ പറയുമ്പോൾ ഈ ക്യാമറയൊക്കെ എല്ലാ വണ്ടിക്കും പിടിപ്പിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അന്നൊക്കെ സന്തോഷമാകട്ടെ, ഒരു ക്യാമറ പിടിപ്പിച്ചേക്കാന്ന് ക്യാമറ പിടിപ്പിച്ച നൈറ്റ് വിഷനൊക്കെയാണ്. പിന്നെ ഒരു ഫ്രണ്ടിലൊരു സ്ക്രീനും ഉണ്ട്. ഇനി നിങ്ങളെ വണ്ടി എല്ലാം ഒന്ന് തീർത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, പേരെന്തുവാ? എന്റെ പേര് ഹരി. ഹരി എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഡിഗ്രി ഫൈനൽ ഇയർ. എവിടെ? എസ് ഡി കോലഞ്ചേരി. അപ്പൊ വണ്ടി ഓട്ടിയതാ, മാനെ കണ്ടതേ വണ്ടി ഓട്ടിയത്. അപ്പൊ എന്തായാലും സന്തോഷം കണ്ടത്. നീ നിന്നെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണുന്നതാണ്. ഓക്കെ, താങ്ക്സ്. സന്തോഷമായില്ലേ? അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പൊ എന്തുവാണ് ഭയങ്കരമായിട്ട് ഇരുട്ടിയത്, പുറത്തൊക്കെ കണ്ട ഇരുട്ടി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ നമ്മുടെ കാറിനെ കാണിക്കാത്തത്, ഈ ഫ്രൈഡേ ബേബിനെ കാണിക്കാത്തത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഭംഗി നല്ല വെട്ടത്തിലേ കാണാൻ പറ്റുന്നത്. ഓക്കെ, അല്ല ഇരുട്ടൊന്നും കാണാനൊക്കെ പറ്റും, പക്ഷെ എന്തൊക്കെ ചെയ്തെന്ന് ഞാൻ കാണിക്കും. പിന്നെ സ്റ്റിക്കറും കൂടെ അടിക്കണം, അത് നാളെ അടിക്കണം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ ഇതും കൂടെ കാണിച്ച് മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ഫിഗറാക്കി നമ്മുടെ ആ ബേബിനെ ഞാൻ പ്രസന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ എന്ന് അടിച്ചു പിടിക്കണം. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. ഓക്കെ, പിന്നെ ഗൈസ് എത്ര രൂപ എന്നൊക്കെ ഉള്ള കാര്യം അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു. ബൈ ബൈ.